ഹലോ നമസ്കാരം, ഞാൻ മിലൻ. പെപ്പേത വേണ്ട മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണെന്നല്ലേ നമ്മൾ സീറ്റ് വർക്ക് തുടങ്ങാൻ പോകുന്ന ദിവസം. ഇപ്പോൾ വീട്ടാദ്യം തന്നെ സീറ്റ് വർക്കുള്ള മെറ്റീരിയൽ എല്ലാം നമ്മൾ മേടിച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് സാധനം കൂടെ മേടിക്കാം. കുറച്ച് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ വൽക്രം എന്ന് പറഞ്ഞൊരു സാധനം, രണ്ട് സൈഡിലും മറ്റെല്ലാം ഒട്ടിപ്പോയിരുന്നില്ലേ, ആ ഒരു സാധനം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സിബുകൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം പോയി മേടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോകാം. എന്നിട്ട് ഇന്നാണ് നിങ്ങൾ കാത്തിരുന്ന ആ ദിവസം അല്ലേ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നടക്കാൻ പോണ ദിവസം. അപ്പോൾ എന്തായാലും നമുക്ക് ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി വിഷ്വൽസൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ സീറ്റിൻ്റെ വർക്കുകളെല്ലാം കാണാം. അങ്ങനെ നമുക്ക് വന്ന സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൾക്രവും മേടിച്ച് സിബും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോവാണ്. ഓക്കെ അക്ക. അപ്പോൾ നമുക്കിനി കടയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് എല്ലാം പടപടാന്ന് പറഞ്ഞ് പണികളൊക്കെ നടക്കാം അല്ലേ. ഗൈസ് അങ്ങനെ നമ്മുടെ സ്കൈലാൻഡ് എന്നുള്ള പേര് ഇപ്പോഴാണ് കിട്ടിയത്. സംഭവം നമ്മുടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സീറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കടയുടെ പേര് സ്കൈലാൻഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ വീടോട് ചേർന്ന് നിൽക്കുന്ന കടയാണ്. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെല്ലാം നമ്മൾ ഓക്കെ അല്ലേ? ഇതെല്ലാം ഓക്കെ ആണ്. ഇന്ന് നിങ്ങളെ പറ്റിക്കത്തില്ല എന്ന് തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നല്ലേ. രാവിലെ ഇവിടെ സാധനം എടുക്കാൻ പറ്റി നമ്പർ ഇറക്കാതെ ഏതായാലും നമുക്കിന്ന് സീറ്റിൻ്റെ പണി തുടങ്ങാം. അപ്പം സീറ്റിൻ്റെ അളവൊക്കെ എടുത്ത് പടപടാന്ന് പറഞ്ഞ് ഇന്നത്തെ പണി ബടാ ഉഷാറാക്കണം അല്ലേ. എന്തായാലും ഇന്ന് സീറ്റിൻ്റെ പണി തീർത്തിട്ടേ ബാക്കി തീരത്തില്ല, 2 ദിവസം എടുക്കും. അപ്പോൾ എന്തായാലും 2 ദിവസം കണ്ട് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ 3-ാം ദിവസം നമ്മുടെ റൂഫ് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു കിടിലുമായിട്ട് നമുക്ക് പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമുക്ക് വേണ്ടുന്ന അളവൊക്കെ എടുത്ത് എല്ലാം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ബാക്കിലത്തെ സീറ്റിലേക്കാ? ഓക്കെ ബാക്കിലത്തെ സീറ്റും ചാരൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ടൈം ലാപ്സ് കാണാം. പിന്നെ ഇതൊന്നും പറഞ്ഞ് തന്ന് നമ്മളാരും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിനെ പടപടാന്ന് പറഞ്ഞ് ടൈം ലാപ്സ് ഇതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫോം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ആണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന കുഷ്യനുകൾ, അതായത് കുഷ്യൻ്റെ ഫോം വെട്ടി കൊടുത്തില്ലേ, അതിനനുസരിച്ച് തുണി വെട്ടി തയ്ക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പടപടാന്ന് പറഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സാരം. അവകടെയൊക്കെ സ്റ്റിച്ച് ചെയ്തത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് പോലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പടപടാന്നും പറഞ്ഞ് പണികളൊക്കെ നടക്കട്ടെ. അങ്ങോട്ട് വേണ്ട ഞാൻ പൊട്ടിച്ച് വെക്കാനല്ലേ ഇതിൻ്റെ മേളിൽ നമുക്ക്. ഓക്കെ പൊട്ടിക്കാം അല്ലേ. ഇതിൻ്റെ മേളിൽ കുശം വെച്ച് സെറ്റ് ചെയ്യാനാണ് ഇതിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഇത് താഴത്തെ പീസാണ്. ഇനി ഇതിൻ്റെ മുകളിലത്തെ പീസും ഇതേപോലെ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം നമുക്ക്. എന്തായാലും ഇതൊക്കെ ടൈം ലാപ്സിൽ കാണാം. പിന്നെ ഇതൊന്നും ഒരുപാട് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ.
ഗൈസ്, അപ്പോൾ നമ്മുടെ സീറ്റ് വർക്കിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെ ഘട്ടം, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റില്ലേ, ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ഒരു ബേസ് കോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് അപ്പം ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ചു നമ്മുടെ സീറ്റ് ബെൽറ്റ് എവിടെയാണ്. അപ്പോൾ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോൾട്ട് ചെയ്ത് ഇവിടെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ അവന് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സീറ്റ് ബെൽറ്റ് കൊടുക്കുന്നില്ല ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ആ സാധനം നമ്മൾ എവിടെ വെച്ചേക്കോ എന്തായാലും തപ്പിയെടുക്കണം. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ അതായത് ഫുള്ള് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെന്താ സംഭവം, ഈ വൾക്കർ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വൾക്കർ ഇവിടെ കൊടുത്തേക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മേളിലാണ് കുഷൻ വരുന്നത്. അതായത് 2 പീസ് കുഷനായിരിക്കും വരുന്നത്. അതായത് ഈ ഒരു ഭാഗം ഇപ്പോഴത്തെ ഒരു നിഗമനം വെച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് കൊടുത്ത് ഒരു 2 പീസ് അവിടെ, ഒരു പീസ് ഇവിടെ, ഒരു പീസ് അവിടെ, 2 പീസും നമുക്ക് ഊരാൻ പറ്റുന്ന രീതിയിലുള്ള കുഷൻ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു സിബറും കൊടുത്തിട്ടുണ്ട്. സിബർ കൊടുത്തേക്ക് വെച്ചാൽ നമുക്ക് ഇൻ കേസ് ഒന്ന് വാഷ് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിനും വേണ്ടി ഒരു സിബറും കൂടെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സാമ്പിൾ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ സാമ്പിൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പം ഒന്ന് ഈ വൾക്കറം കൊടുത്തിരിക്കുന്നത്, പിന്നെ നമ്മളാണെങ്കിൽ ഈ ഒരു ഭാഗം ഫുള്ളും ഒരു വൃത്തിയായിട്ട് നോക്കി ഒരു വൃത്തിയുടെ രീതിയിലായിരിക്കും. നമുക്ക് ഒരു കമ്പിയൊക്കെ വരുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര ബോറാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ കാണാൻ നല്ല ചേലായിരിക്കും, അല്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ കുഷൻ്റെ ഒരു സീറ്റ് അടിച്ചില്ലേ, ഒരു സെക്കൻഡ് വണ്ടി ഇറക്കും. അപ്പം ബാക്കിലത്തെ കുഷൻ നമ്മൾ അടിച്ചില്ലായിരുന്നു. അപ്പോൾ ആ കുഷൻ അടിച്ച് സിബൊക്കെ വെച്ചേക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്കിനി അത് കാണാം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളിപ്പം തച്ച് മാറ്റിയ കവർ. അപ്പോൾ അതിനൊരു സിബർ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കൊന്ന് അത്യാവശ്യത്തിനൊന്ന് ഇറക്കി ഒന്ന് കഴിവണമെങ്കിലൊക്കെ കാര്യത്തിന് വേണ്ടി സിബർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാലും നമുക്ക് ഇതിനകത്ത് കുഷൻ ഇട്ട് നമ്മുടെ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കാം എന്താണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര അടിപൊളി കിടിലായിട്ട് ഇങ്ങനെ വളച്ച് സെറ്റപ്പിലൊന്നും നമ്മൾ ചെയ്ത് സിമ്പിളായിട്ട്, എനിക്ക് സിമ്പിളായിട്ടുള്ള സാധനം വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ കേസ് നമ്മുടെ കവറിനകത്ത് നമ്മുടെ ഫോമൊക്കെ കയറ്റിയെടുത്ത് നമ്മുടെ പെപ്പയൊക്കെ ഉള്ള ബാക്കിലത്തെ സീറ്റൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെപ്പയിലൊന്നും ഇട്ട് നമുക്ക് ഇരുന്ന് നോക്കണ്ടേ. അപ്പം കളറൊക്കെ ക്യാമറയെ കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമുക്ക്. അപ്പം പെപ്പയിലൊന്ന് ഇട്ട് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പം കമോ നമുക്ക് പെപ്പയ്ക്കകത്ത് ഇട്ട് സംഭവങ്ങളൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു സംഭവം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു സെറ്റപ്പൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആ ഒരു ചെറിയ ഭാഗം ഇട്ടൊന്ന് ആശ്വസിക്കട്ടെ ഞാൻ. പക്ഷേ അപ്പം ഇത് ഇടുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം വൾക്കറൊക്കെ അടിച്ച് നമുക്ക് സെറ്റാക്കാനുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനും അതോടൊപ്പം നമുക്ക് ഇരിക്കാനുള്ള ഒരു കംഫോർട്ട് ലെവലിൻ്റെ ഒരു ബേസ് കോട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം അല്ലേ. നോക്കട്ടെ. എന്ത് സുഖം, ഒരു മനസുഖം തന്നെ സത്യം പറഞ്ഞാൽ. പക്ഷേ എങ്ങനെയൊക്കെ ഇട്ടിരിക്കുമ്പോൾ കുറേ നാളത്തെ ആഗ്രഹം ഇതേപോലെ ഒന്ന് കുഷൻ അടിച്ചൊന്ന് സെറ്റപ്പാക്കി ലെവലാക്കി നമ്മൾ പെപ്പ എത്തുന്ന ഒരവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു ഇതേപോലെ ഒരു സീറ്റെങ്കിലും ഇട്ടൊന്ന് ഇരിക്കണം. കാര്യം ഇപ്പോഴാണ് സാധിച്ച കാര്യം. ഇതിനു മുമ്പ് പണികളിങ്ങനെ ഓരോ പെൻഡിങ്ങുകൾ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ പെപ്പേടെ അല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം വണ്ടി ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇത് ഇനി ബാക്കിലത്തെ കുഷൻ അല്ലേ ഓക്കെ അല്ല ഇനി തൊട്ടടുത്ത് അടിക്കാൻ നമ്മൾ ചാറിൻ്റെ കുഷൻ ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് അടിക്കാൻ പോകണം നമ്മൾ ചാറിൻ്റെ കുഷനാണ്. അപ്പം ചാറിൻ്റെ കുഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഇരുന്ന് നോക്കണം. കാര്യം എന്താണെന്ന് ഇവിടെ ഭയങ്കര മനസ്സുഖം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒരുപാട് വലിയൊരു പ്രോസസ്സല്ലേ ചെയ്തുകൊണ്ട് വന്നത്. 7 മാസമായിട്ടുള്ള പ്രോസസ്സിൻ്റെ അന്തിമ ഘട്ടത്തിലോട്ടാണ് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് സംസാരിച്ച് ഇങ്ങനെ വട്ടാകുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയുള്ള സോഫയൊക്കെ ഉള്ള ഫോം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് കെയർ ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ കെയർ ചെയ്ത് ഓൾറെഡി നേരത്തെ നോക്കി ഒറ്റ പീസ് ഇട്ടപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തും കൂടെ പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സീറ്റ് ബെൽറ്റ് വരാനായിട്ടുള്ള ഒരു ചെറിയൊരു ഹോള് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ലിവർ കുറച്ച് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഗ്യാപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴത്തെ നമ്മൾ ഫ്രെയിമിൽ അതേ ഗ്യാപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തും ആ ഗ്യാപ്പ് ഇട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഇനി മറക്കണം. അതുകൂടെ വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇരിക്കുന്ന സുഖം അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം സുപ്രഭാതത്തിൽ നേരെ ഇരുന്നിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ തെള്ളൊന്നുമില്ല. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനാലും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു നെഗറ്റീവ് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കാണും. അപ്പം ഈ ഒരു ഭാഗത്തിരിക്കുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അറിയാത്തോളം നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം കാര്യം നമ്മുടെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, അപ്പം റൂഫ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ വിഷൻ, അതായത് നമ്മുടെ ഈ വിഷന് വലിയ കുഴപ്പമൊന്നുമില്ല. കേട്ടോ, വിഷൻ നമ്മുടെ ആസ് യൂഷ്വൽ ഇപ്പോൾ എൻ്റെ കണ്ണിന് നേർക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിന് നേർക്ക് കാണുന്ന ആ സംഭവങ്ങൾ അതാണ് എൻ്റെ വിഷൻ. കറക്റ്റ് എൻ്റെ കണ്ണിന് നേർക്ക് വെച്ചേക്കുന്ന ഒരു വിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വിഷനും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഇതുവരെ എൻ്റെ ഫസ്റ്റത്തെ നിഗമനത്തിൽ അടിപൊളി എന്ന് തന്നെയാണ് തോന്നുന്നത് നമ്മുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ. അപ്പം ചാരും കൂടെ വരുമ്പോഴത്തേക്ക് അല്ല അടിപൊളിയായിട്ട് നമുക്കൊരു സോഫയ്ക്കകത്തിരിക്കുന്ന ഒരു ഫീല് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അറിഞ്ഞൂടാ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തെള്ളി മറിക്കാം അല്ലേ. അപ്പം ഓക്കെ, രണ്ടാമത്തെ സെറ്റാക്കിയല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാക്കിലത്തെ ചാര് സെറ്റാക്കിയിട്ടുണ്ട്. അവനും കൂടെ കഴിഞ്ഞാൽ അതിനകത്ത് ടോപ്പും കൂടെ സെറ്റ് ചെയ്യുന്നത് ബാക്കിലത്തെ പരിപാടി അങ്ങ് ഒതുങ്ങി കിട്ടും അല്ലേ. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ കുറച്ചല്ല ഉണ്ട്, ഫ്രണ്ടിലത്തെ പരിപാടിയും കൂടെ ഉണ്ട്. ഞാൻ താണ്ട രണ്ടുപേരടുത്ത് ഓടി നിന്ന് വീഡിയോ എടുക്കുക. ഇവിടെ വന്ന് ഇവിടുത്തെ കുറച്ച് പണികൾ കാണിക്കും, അപ്പുറത്തും കുറച്ച് പണികൾ കാണിക്കും. ഇപ്പോൾ രണ്ടുപേരുടെ ഓടി നിന്നാലേ പണികൾ നടക്കത്തുള്ളൂ. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് സ്റ്റിച്ചിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു ധാരണയില്ല, ആർക്കും പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല, ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തിനാ അത് കാണിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഈ കവർ ഇടുന്നതും ഇതൊക്കെയാണ് അത് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അപ്പം നമുക്ക് ഒരു ഫിനിഷ്ഡ് ഗുഡല്ലേ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നല്ല അടിപൊളി ഫിനിഷിങ്ങോടാണ് നമുക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇട്ട് അവസാനം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും. കാര്യം എൻ്റെ കണ്ണിനോട് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം നല്ല വൃത്തിയുള്ള ഒരു വർക്കാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ തണ്ട സീറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. നോക്കെ സീറ്റിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 2 പീസായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന്. കാര്യം നമുക്ക് ഒരെണ്ണം തലനായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സംഭവം കിടുക്കാച്ചാക്കി. അപ്പോൾ എന്തായാലും ഞാൻ കയറി ഇരുന്ന് നോക്കട്ടെ. അയ്യോ, ഓക്കെ. നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ സീറ്റിലായിരിക്കണം. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട്. കാര്യം ഇപ്പോൾ ഫുള്ള് പണിയും കഴിഞ്ഞാൽ നമുക്ക് ബെഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് തലേനൊക്കെ വെച്ച് കിടന്നുറങ്ങുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ഇപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റും കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതിൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടുതൽ അപ്പോൾ ഇനി പറയണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ. പിന്നെ എന്തായാലും ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളോടെ ചെയ്യാനുണ്ട് നമുക്ക്. ഇതിന് ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണ്ട ഈ ഒരു ഭാഗം കണ്ടോ, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓപ്പണായിട്ട് നിൽക്കുന്ന ചുവർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കവർ ചെയ്യാം. കേസ് അങ്ങനെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് നമ്മുടെ വണ്ടിക്കകത്ത് നല്ല രീതിക്കൊന്ന് കിടന്നുറങ്ങണമെന്നുള്ളത്, കുഷനൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് വണ്ടിക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഈ ഒരു മെറ്റീരിയലും കൂടെ വന്നാലേ നമുക്ക് ആ ഒരു പൂർണ്ണമായി കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, അടിപൊളിയായിട്ട് കിടക്കാം. നമ്മുടെ ഈ തലയണ, നമ്മുടെ തലയണ ആയിട്ടുണ്ട്. അപ്പം തിരിച്ചിടാം. തലയണയും കൂടെ വെച്ച് എങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ആഹാ, അടിപൊളി, ഒന്നും വേണ്ട. തലയണ ഉൾപ്പെടെ ഇതിനകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു കുഴപ്പമില്ല. പുറത്തുനിന്ന് കാണിച്ചു കൊടുത്തേക്കാം. അടിപൊളിയായിട്ടുണ്ട്, സുഖമായിട്ടാണ് നോക്കാം. സുഖമായിട്ടാണ് നോക്കാം.
അപ്പം സമയം ഇവിടെ കുറച്ച് ഒരു 4-5 മണി അടുപ്പിച്ച് ആവാറായി. വേറെ ഒന്നുമല്ല, അവർക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് എവിടെ പോകണം. കാര്യം നമുക്ക് രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ചോറ് പോലും കഴിക്കാൻ നിൽക്കുക. കാര്യം പെട്ടെന്ന് എത്ര മാക്സിമം തീർക്കാൻ പറ്റും അത്രയും മാക്സിമം തീർത്ത് എഫോർട്ട് ഇട്ടിട്ടാണ് ഇത്ര ആയത്. അപ്പം ഇനി എന്തുവാ, ഇനി അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യങ്ങളേ ഇല്ല. അവരതൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പണികളെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുത്ത്. അപ്പോൾ നാളത്തേക്കുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് അടിക്കണം, അതോടൊപ്പം തന്നെ അതടിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ കുറച്ച് കവറിങ് ഒക്കെ ഉണ്ടല്ലേ. അതോടൊപ്പം നമ്മൾ റൂഫ് നാളെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ റൂഫിൻ്റെ മെറ്റീരിയൽ എടുത്താൽ നാളെ നടക്കത്തില്ല. വൈകുന്നേരം. ഓക്കെ ഓക്കെ. നമുക്ക് ഇതെല്ലാം ഇവിടെ ഒട്ടിച്ച് അകത്ത് ബാക്കി എല്ലാ പണിയും ഓക്കെ ഓക്കെ. നമുക്കത് സൗകര്യം പോലെ ചെയ്യാമല്ലേ, പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് കിടക്കാൻ പറ്റുന്നൊരു പരുവെങ്കിലാക്കി തന്നാൽ നാളെ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിടക്കാൻ പറ്റുന്ന രീതിയാക്കി തരും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷനെക്കാട്ടി കൂടുതൽ പണികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നിർത്താനായിട്ടുള്ള സമയമായി, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തി കളഞ്ഞേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആന്റണി സൈനിങ് ഓഫ്. ബൈ.